പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 5 ഫുഡ് ഐറ്റംസിനെ പരിചയപ്പെടുത്താം. ഇപ്പോൾ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. ഇപ്പോൾ ചീത്ത കൊളസ്ട്രോൾ LDL എന്ന് പറയും, നല്ല കൊളസ്ട്രോളിനെ HDL എന്ന് പറയും. ഇപ്പോൾ ഈ HDLനെ നിലനിർത്തിക്കൊണ്ട് LDL റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 5 ഫുഡ് ഐറ്റംസ്, നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതുമായ 5 ഫുഡ് ഐറ്റംസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓട്സ് പോലെയുള്ള ഹോൾ ഗ്രെയിൻസ്. അപ്പോൾ ഈ ധാന്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ്, വൈറ്റമിൻസ്, അങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ബീറ്റാ ഗ്ലൂക്കൻ എന്ന് പറയുന്നത്. ഈ ബീറ്റാ ഗ്ലൂക്കൻ ഇതുപോലെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹാർട്ട് ഡിസീസിനെ പോലെ തന്നെ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഈ ഹോൾ ഗ്രെയിൻസ് ഹെൽപ്പ് ചെയ്യും. അടുത്തത് നമ്മൾ വീടുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ വെളുത്തുള്ളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇൻഫ്ലമേഷൻ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊരു എമൗണ്ടിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിക്ക് ഈ നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ കൊളസ്ട്രോളും അതുപോലെ ചീത്ത കൊളസ്ട്രോളും ആയിട്ടുള്ള LDLനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ഹൈ BP ഉള്ളവരും വെളുത്തുള്ളി കഴിക്കുന്നത് BP കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തേർഡ് വൺ ഈസ് അവക്കാഡോ ഫ്രൂട്ടാണ്. അപ്പോൾ ഈ അവക്കാഡോ ഫ്രൂട്ട് ഒരുപാട് ബെനിഫിഷ്യൽ ന്യൂട്രിയൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ഫൈബർ. അപ്പോൾ അവരാണ് നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള HDLനെ കീപ്പ് ചെയ്തുകൊണ്ട് ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDLന്റെ ലെവൽ കുറയ്ക്കുന്നത്. ഹൈ കൊളസ്ട്രോൾ ലെവലുള്ളവർ ഡെയിലി ഒരു അവക്കാഡോ ഒക്കെ കഴിക്കുന്നത് അവരുടെ കൊളസ്ട്രോൾ ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നാലാമത്തെ എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫിഷസ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചൂര, അയല, ചാള പോലത്തുള്ള മീനുകൾ. അപ്പോൾ ഇത് നമ്മൾ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തിയാൽ അത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിന് മാത്രമല്ല നമ്മുടെ ഹാർട്ടിൻ്റെ ആകെ ഒരു വെൽനെസ്സിനും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ omega-3 ഫാറ്റി ആസിഡ് നമ്മൾ കഴിക്കുന്നത് സ്ട്രോക്കിനുള്ള ചാൻസും കുറയ്ക്കും. ഇത് ഫ്രൈ ചെയ്ത് കഴിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ശരിക്കും ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് വഴി നമ്മുടെ ഹൃദയ ആരോഗ്യത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളുടെ ചാൻസ് കൂടുന്നു. സോ ഈ ഫിഷസ് ഒക്കെ കഴിക്കുമ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നമുക്ക് അതുകൊണ്ടുള്ളൊരു പ്രയോജനം കിട്ടുകയുള്ളൂ. ലാസ്റ്റ് വൺ ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് നമ്മൾ ഏത് കണ്ടീഷനായാലും ശരി ഒരു ഹെൽത്തി ഡയറ്റ് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുള്ള സോളബിൾ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുണ്ടാകുന്ന കൊളസ്ട്രോൾ എക്സ്ക്രീറ്റ് ചെയ്തു പോകുന്നതിനും അതുപോലെ തന്നെ കരളിൽ ഈ കൊളസ്ട്രോൾ അധികമായിട്ട് ഉണ്ടാകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഈ പറഞ്ഞ 5 ഫുഡ് ഐറ്റംസും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ ഭയങ്കര വില കൂടിയ ഫുഡ് ഐറ്റംസ് ഒന്നുമല്ല. അപ്പോൾ ഇതും കൂടെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താമെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കൂടിയ ആൾക്കാർക്ക് അതൊരു കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് മെഡിസിൻസ് ഒന്നും എടുക്കാതെ ഇതും കൂടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ആ കൊളസ്ട്രോൾ ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി കൊളസ്ട്രോൾ കൂടിയവർ അല്ലാത്തവർക്കും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ അവരുടെ ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഹെൽത്തി സ്റ്റേറ്റിനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും.